ഓഗസ്റ്റ് 15-ന് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്ന രാജ്യത്തിന് പിന്നെ എന്തിനാണ് ജനുവരി 26-ന് ഒരു റിപ്പബ്ലിക് ഡേ? രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം റിപ്പബ്ലിക് ഡേ ആണ് ഇൻഡിപെൻഡൻസ് ഡേയേക്കാളും ഇമ്പോർട്ടൻസ് എന്ന് എത്ര പേർക്കറിയാം? കിട്ടിയ സ്വാതന്ത്ര്യം അർത്ഥവത്താകുന്നത് ഭരണഘടന നിലവിൽ വന്നപ്പോഴാണ്. അപ്പോഴാണ് സ്വാതന്ത്ര്യത്തിന് മൂല്യമേറുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു യഥാർത്ഥ രാഷ്ട്രമായിട്ട് മാറുന്നത്. 1949 നവംബർ 26-ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടന ഒപ്പുവെക്കുന്നുണ്ട്. എന്നാൽ 2 മാസം കഴിഞ്ഞ് ജനുവരി 26-നാണ് ഭരണഘടന രാജ്യത്ത് നിലവിൽ വരുന്നത്. അതിന്റെ കൊമമറേറ്റ് ചെയ്യാനാണ് റിപ്പബ്ലിക് ഡേ എല്ലാ വർഷവും ജനുവരി 26 കൊണ്ടാടുന്നത്. ഈ 2 മാസം നമ്മൾ വെയിറ്റ് ചെയ്തതിന് പിന്നിൽ പോലും ഒരു കഥയുണ്ട്. 1930-ല് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് പൂർണ്ണ സ്വരാജ്യ ദിനമായി കൊണ്ടാടിയത് ജനുവരി 26 ആയിരുന്നു. ആ ജനുവരി 26-ന് വേണ്ടിയിട്ടാണ് 2 മാസം ഭരണഘടന പൂർണ്ണമായിട്ടും രാജ്യത്തിൽ നിലവിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. ആഘോഷ പരിപാടികളിലൂടെ കടന്നുപോയാൽ ഇത് വ്യക്തമാകും. സ്വാതന്ത്ര്യദിനത്തിന് ഓഗസ്റ്റ് 15-ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചെങ്കോട്ടയിൽ നിന്നും കൊടിയുയർത്തുകയും സംസാരിക്കുകയും ചെയ്യും. എന്നാൽ റിപ്പബ്ലിക് ഡേക്കാണ് വിശാലമായിട്ടുള്ള റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്നത്. പ്രധാനമന്ത്രിയല്ല, പ്രസിഡന്റാണ് അന്നത്തെ താരം. റിപ്പബ്ലിക് ഡേ നടക്കുന്നത് തന്നെ രാജ്യത്തിന്റെ പ്രസിഡന്റിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ദിവസത്തെ റിപ്പബ്ലിക് ഡേ പരേഡ് മാത്രമല്ല, 29-ലെ റിട്രീറ്റിംഗ് സെറിമണിയോട് കൂടിയിട്ടാണ് റിപ്പബ്ലിക് ഡേ ആഘോഷങ്ങൾ അവസാനിക്കുന്നത്. റിപ്പബ്ലിക് ഡേ പരേഡിലാകട്ടെ ആംഡ് ഫോഴ്സസിനും സംസ്ഥാനങ്ങൾക്കുമൊക്കെ പ്രാധാന്യം കിട്ടുന്നു. ഏതെങ്കിലും പുറത്തുനിന്നുള്ള വിദേശ രാജ്യങ്ങളുടെ നേതാവ് വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്നു. പത്മ അവാർഡുകൾ നൽകപ്പെടുന്നതും അന്നേ ദിവസമാണ്. ഏതൊരു തരത്തിൽ നോക്കിയാലും രാജ്യത്തിന് ഇൻഡിപെൻഡൻസ് ഡേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയി നമുക്ക് കാണാവുന്നത് റിപ്പബ്ലിക് ഡേ ആണ്. ഇൻഡിപെൻഡൻസ് ഇമ്പോർട്ടൻസ് തന്നെയാണ്, എന്നാൽ അതൊരു സെറിമോണിയൽ ഇമ്പോർട്ടൻസ് ആണ്. അതിനേക്കാൾ കൂടുതൽ രാജ്യം നോക്കുന്നത് റിപ്പബ്ലിക് ഡേയിലേക്കാണ്.